പ്രോളിഫിക് ക്വാളിറ്റി ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി ലക്ഷണമാണത്. പ്രോളിഫിക് ക്വാളിറ്റി ഔട്ട്പുട്ട് PQO. ഏറ്റവും മികച്ച ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് റിസൾട്ട് ഉണ്ടാക്കുവാൻ സാധിക്കുമോ? അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം, കുറേ നമ്പേഴ്സ് കൂട്ടുന്നുണ്ടാകാം. പക്ഷേ വാട്ട് ഈസ് ദ ക്വാളിറ്റി? നിങ്ങൾ ചെയ്യുന്ന കാര്യം മാസ്റ്റർ പീസ് ആണോ? നിങ്ങളുടെ ട്രെയിനിങ്, നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ സർവീസ്, നിങ്ങളുടെ എഴുത്ത്, നിങ്ങളുടെ പരിശീലനം, ഇതെല്ലാം ഒരു പ്രോലിഫിക് ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ളതാണ്. അതിനു വേണ്ടിയാണ് ഹൈ പെർഫോമേഴ്സ് ആയിട്ടുള്ള ആളുകൾ ശ്രമിക്കുകയും അവർ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാകുക, പ്രോളിഫിക് ക്വാളിറ്റി ഔട്ട്പുട്ട് കൊണ്ടുവരാൻ ആയിരിക്കും നമ്മുടെ ഗോൾ. അതിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ ഫോക്കസ്. അത് തന്നെ ആയിരിക്കണം നാം സ്പെൻഡ് ചെയ്യുന്ന എനർജി. നമ്മുടെ 80% സമയം അല്ലെങ്കിൽ 60 to 80% സമയമെങ്കിലും നമ്മുടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഗോളായിട്ടുള്ള പ്രോലിഫിക് ക്വാളിറ്റി ഔട്ട്പുട്ട് കൊണ്ടുവരുന്ന പ്രൈമറി കാര്യത്തിന് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ആളുകൾ പ്രോക്രാസ്റ്റിനേഷൻ ചെയ്യാറുണ്ട്, എന്ന് വെച്ചാൽ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കാറുണ്ട്. എന്താണ് കാരണം എന്നറിയാമോ? ഡിഫിക്കൽട്ട് ആയതുകൊണ്ടല്ല, നമുക്ക് മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ആ കാര്യം ചെയ്യാൻ നമുക്ക് അത്ര താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മാറ്റി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കുന്ന, ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിലായിരിക്കണം ഹൈ പെർഫോമർ ആകാനായിട്ട് ശ്രമിക്കേണ്ടത്. പ്രോഗ്രസിങ് വിത്ത് എ പർപ്പസ് എന്ന് പറയും. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്ന് നാം തിരിച്ചറിയാൻ സാധിക്കുന്നത്. ആ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രോഗ്രസിങ് വിത്ത് എ പർപ്പസ്, അത് വളരെ നല്ലൊരു പ്രയോഗമായിട്ട് എനിക്ക് തോന്നി. ഹൈ പെർഫോമേഴ്സിൻ്റെ ആളുകൾ അവർക്കൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിൽ അവർ കൺസിസ്റ്റൻ്റായി കണ്ടിന്യൂസ് ആയി ഫോക്കസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഇനിയൊരു പ്രധാനപ്പെട്ട ടേം കൂടി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ടേം ആയിരിക്കാം. അങ്ങനെ ഒരു പുസ്തകം തന്നെയുണ്ട്. ഞാൻ പല പ്രാവശ്യം ആ പുസ്തകത്തെക്കുറിച്ച് പറയുകയും റിവ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഗോൾ കണ്ടെത്തി, നിങ്ങളുടെ പ്രോളിഫിക് ക്വാളിറ്റി ഔട്ട്പുട്ട് കൊണ്ടുവരുന്ന മേഖലയെ കണ്ടെത്തി ആ മേഖലയിൽ ഡീപ്പ് വർക്ക് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ സമയത്തിൻ്റെ 60 to 80% ഡീപ്പ് വർക്ക് ചെയ്യാൻ സാധിക്കണം. ആ ഡിസ്ട്രാക്ഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. വേറെ ഇമെയിൽസോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ മൊബൈലോ ഒന്നും നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. ഫ്രണ്ട്സ് ഒന്നും ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. ഡീപ്പായി ആ വിഷയത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ 40% സമയം നമ്മൾ ഇമെയിലൊക്കെ നോക്കി കളയുന്നതാണ് പഠനങ്ങൾ പറയുന്നത് വർക്ക് ലൈഫിൽ. പക്ഷേ 40% സമയം അങ്ങനെ കളയാതെ 60 to 80% സമയം നാം എന്ത് ചെയ്യണം? നമ്മുടെ പ്രധാനപ്പെട്ട മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കണം. ഇനി ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകൾ അവർ ചെയ്യുന്നൊരു കാര്യമാണ്, അവർക്ക് ലോങ് ടൈം പ്ലാൻ ഉണ്ടാവും. അവർ ലോങ് ടൈമായി പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവർ തങ്ങളുടെ വർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്തു, അതിനൊരു പ്ലാൻ ഉണ്ടാക്കി, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു, നാം എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. 80% സമയവും ആ ലോങ് ടൈം പ്ലാനെ അടിസ്ഥാനമാക്കി ഡീപ്പ് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾക്ക് ഒരു ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ള ആളാകണം അല്ലെങ്കിൽ ഹൈ പെർഫോമർ ആകണം. ഏത് കാര്യത്തിലാണ് ഹൈ പെർഫോമർ ആകേണ്ടത്? ഒന്ന്. രണ്ടാമത്, അതിനു വേണ്ടിയുള്ള നിങ്ങളുടെ കയ്യിൽ പ്ലാൻ ഉണ്ടോ? മൂന്നാമത്, 80% സമയം 60 to 80% സമയം നിങ്ങൾക്ക് അതിനകത്ത് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇതാണ് ഒരു ഹൈ പെർഫോമറുടെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്ന, മുൻഗണന കൊടുക്കുക എന്ന് പറയുന്ന ആശയമുള്ളത്. വെറുതെ സമയം കളയുന്നതല്ല, വെറുതെ അധ്വാനിക്കുന്നതുകൊണ്ടല്ല, വെറുതെ കുറേ സമയം ഓഫീസിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ സമയം സ്പെൻഡ് ചെയ്യുന്നതിലല്ല കാര്യം. എത്രമാത്രം ഫോക്കസ്ഡായി ഹൈ എനർജി കൊടുത്തുകൊണ്ട് പാഷനേറ്റായി പ്രോഗ്രസിങ് വിത്ത് എ പർപ്പസ് എന്നുള്ള ആംഗിളിൽ എനിക്ക് ഇതായിത്തീരണം, എൻ്റെ മേഖല ഇതാണ്, ഇതിൽ എനിക്ക് എക്സലൻ്റ് ആകണം എന്നുള്ള ചിന്ത. നമ്മൾ റേസിംഗ് നെസസിറ്റിയിൽ പറഞ്ഞ കാര്യമാണത് അല്ലേ? ഒരു ഔട്ട്സ്റ്റാൻഡിങ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡെലിവറി ചെയ്യണമെന്നുള്ള ശക്തമായ ആഗ്രഹം, പ്രോലിഫിക് ക്വാളിറ്റി ഔട്ട്പുട്ട് ഡെലിവറി ചെയ്യണം എന്നുള്ള ശക്തമായ ആഗ്രഹം, അതെൻ്റെ പാഷനാണ്, അതിൻ്റെ പർപ്പസാണ്. അതിൽ ഞാൻ കണ്ടിന്യൂസ് ആയി പ്രോഗ്രസ് ചെയ്യുകയാണ്. ഇനിയുള്ള വീഡിയോകൾ ഞാൻ ചില ടാക്ടിക്സുകൾ പറഞ്ഞു തരാൻ പോവുകയാണ്. 5 moves എന്ന് പറയുന്ന പേരിൽ, 10 steps എന്നുള്ള പേരിൽ എങ്ങനെ പ്രൊഡക്റ്റ് കൂട്ടാമെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഇതിനുള്ളിൽ ഡിഫൈൻ ചെയ്യുക. നിങ്ങളുടെ ഗോൾ എന്താണ്? നിങ്ങളുടെ ലോങ് ടൈം സ്ട്രാറ്റജി എന്താണ്? നിങ്ങളുടെ പർപ്പസിനെ കണ്ടെത്തിയോ? നിങ്ങൾക്ക് ഇതിനകത്ത് സ്ട്രോങ് ആയ എനർജി ഉണ്ടോ? നിങ്ങൾ പ്രോലിഫിക് ക്വാളിറ്റി ഔട്ട്പുട്ട് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? തുടങ്ങിയ വിഷയം ചിന്തിക്കുക. അതിന് ശേഷം നമുക്ക് തീർച്ചയായും അടുത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കുന്നതാണ്. ലെറ്റ് us aim for 10x growth through habits.